ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഒരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളെ നാട്ടിലേക്ക് പോകുന്ന കുറേ വിശേഷങ്ങൾ, പിന്നെ ഷോപ്പിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ ചെയ്തത് യൂട്യൂബ് ചാനൽ നിർത്തുന്നു എന്നെല്ലാം പറഞ്ഞിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 മാസത്തോളമായി തോന്നട്ടെ ആ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഞാൻ നിർത്തുന്നതെന്നെല്ലാം പറഞ്ഞ ടൈമിൽ ഒരുപാട് ആൾക്കാർ വീഡിയോ സ്റ്റോപ്പ് ചെയ്യല്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൂടെയും നേരിട്ട് കണ്ടാലും ഇൻസ്റ്റയിലും എല്ലാം ആയിട്ട് അധികം ആളും ചോദിച്ചുകൊണ്ടിരിക്കും വീഡിയോ നിർത്തല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചാളെങ്കിലും എൻ്റെ വീഡിയോ ഇങ്ങനെ വെയിറ്റാക്കി നിൽക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ടൈമെല്ലാം കിട്ടുമ്പോൾ അങ്ങനെ വീഡിയോ എല്ലാം ചെയ്യാമെന്നാണ് കേട്ടോ ഉള്ളത്. ഇൻഷാ അല്ലാ ഒരു വീഡിയോസ് എല്ലാം എടുക്കുന്ന ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു ക്ലിപ്പിങ്സ് എല്ലാം എടുത്തിട്ടുള്ളത്. ഞാനിങ്ങനെ വിചാരിക്കും അപ്പോഴെങ്കിലും വീഡിയോ എല്ലാം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ ഇതെല്ലാം. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇതായിട്ടുള്ളൊരു ടൈമായിരുന്നു കേട്ടോ ഈ ഒരു സമയമെല്ലാം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 മാസത്തോളം ഞാൻ എവിടെയും പുറത്തേ ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഫുള്ള് നമ്മളിങ്ങനെ ഉള്ളിൽ തന്നെ ഇരിക്കലായിരുന്നു കേട്ടോ. ആകാശം പോലും കാണാത്ത ഒരാളാണ്. നമ്മൾ ചെക്കപ്പിന് മാത്രം ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ വരത്താണ്. പിന്നെ ഇത് ലാസ്റ്റ് ടൈം നമ്മൾ നാട്ടിലേക്ക് വരാനായ ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ പുറത്തെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയത്. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോസ് എല്ലാം എടുത്തെല്ലാം തുടങ്ങി. അപ്പം ചെറിയൊരു ഇൻട്രസ്റ്റ് എല്ലാം വരാൻ തുടങ്ങി. പിന്നെ എന്തായാലും എഡിറ്റിങ്ങിന് അതിനോടൊന്നും വലിയൊരു ഇതില്ല കേട്ടോ. പിന്നെ വെറുതെ ഫോൺ എന്തായാലും നമ്മളെ കൈമ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് എല്ലാം ആയിട്ട് അങ്ങനെ എടുത്തു വെക്കലാണ്. പിന്നെ ഞാൻ കുറേ നാളായില്ല വീഡിയോ എല്ലാം ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ് എല്ലാം കൊടുക്കുന്നതിൽ ഒരു ടച്ച് വിട്ട പോലെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അതെല്ലാം ഒന്ന് റെഡിയായി വരണം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്ത് പോകലാന്ന് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു മഗ്‌രിബ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈം. അപ്പോൾ നമ്മൾ ചായയെല്ലാം കുടിച്ച് അങ്ങനെ പുറത്തെല്ലാം ഒന്ന് പോയി. ഇങ്ങനെ നമ്മൾ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പം എന്തോ പോലെയാണ് കേട്ടോ ആ ഒരു ടൈമെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എനിക്കൊന്ന് റെഡിയായ ടൈമിൽ പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തെല്ലാം പോയി വൈകുന്നേരം പാർക്കിൽ അങ്ങനെയെല്ലാം പോയിട്ടിരിക്കും. എനിക്ക് ആ ഒരു പച്ചപ്പ് ഇതെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരാശ്വാസമാണ്. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ഉണ്ടാവല്. ചില ആൾ നല്ല ആക്റ്റീവായിരിക്കും, എല്ലാതിനോടും നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ എൻ്റേത് നേരെ തിരിച്ചാണ് കേട്ടോ. ഞാൻ മൊത്തത്തിൽ സൈഡായ ഒരു അവസ്ഥയാണ് ആ ഒരു ടൈമിൽ. അപ്പോൾ ഉമ്മമാരെല്ലാം വന്ന് അങ്ങനെ എന്നെ ഹെൽപ്പാക്കലാന്ന് കേട്ടോ അവിടുന്ന്. അപ്പോൾ ഇതാ നമ്മൾ ചായക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ മന്നത്ത് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടുന്ന് ചായയെല്ലാം കുടിച്ച് അങ്ങനെ മെല്ലെ പോകാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് വീക്കെൻഡാണ് കേട്ടോ ഈ ഒരു ദിവസം. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ അത്ര ലേറ്റ് ആയാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഐറ്റംസ് എല്ലാം ഷോപ്പിലെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് വരുന്ന ആ ഒരു ടൈമിനൊന്നും എടുത്തതല്ല കേട്ടോ. ഇതെല്ലാം ഞാൻ മുന്നേ ഇങ്ങനെ പോയ ടൈമിലെല്ലാം അങ്ങനെ എടുത്തതാണ്. ഞാൻ ലാസ്റ്റ് ടൈം ഷോപ്പിംഗ് ആക്കുന്ന അങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മളിടയ്ക്ക് ഞാനൊന്ന് റെഡിയാകുന്ന ടൈമിൽ വേഗം പുറത്തെല്ലാം പോയി അങ്ങനെ ഷോപ്പിംഗ് എല്ലാം ആക്കിയിട്ട് വരുത്താം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഡിസംബർ ആ ഒരു ടൈമിന് എടുത്തതാണ് കേട്ടോ. അതാണ് ഈ ക്രിസ്മസിൻ്റെ സംഭവം എല്ലാം കാണുന്നത്.
ഇങ്ങനത്തെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് എല്ലാം കൊണ്ടുവയ്ക്കുമല്ലോ. അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ ഇങ്ങനത്തെ എല്ലാം കാണാനായിട്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മോള് അങ്ങനത്തെ അടുത്തെല്ലാം ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് ഒരുപാട് ഉണ്ടാവുമല്ലോ, നമുക്ക് നോക്കി നടക്കാൻ തന്നെ ഒരു പാങ്ങാന്ന്. ക്രിസ്മസ് അതുപോലെ തന്നെ നാഷണൽ ഡേ ഇതെല്ലാം ആ ഒരു ടൈമിലല്ലേ, ഡിസംബർ ജനുവരി മാസമല്ലേ വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിനെല്ലാം പുറത്തു പോയ ടൈമിൽ എടുത്തതാണ് കേട്ടോ ഇത്. അല്ലാതെ നമ്മൾ മെയിനായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഇതിലങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ മുമ്പെല്ലാം ഞാൻ എൻ്റെ കുറേ വീഡിയോസിലെല്ലാം ഷോപ്പിംഗ് വ്ളോഗും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. അപ്പോൾ അതിൽ ഞാൻ ഓരോരോ ഷോപ്പും കാര്യങ്ങളെല്ലാം മെൻഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മോള് അങ്ങനത്തെ അടുത്തെല്ലാം പോയി അങ്ങനത്തെ ഷോപ്പിംഗ് ഷോപ്പിലെല്ലാം പോയിട്ട് അങ്ങനെയെല്ലാം കേട്ടോ ഷോപ്പിംഗ് ആക്കിയിട്ടുണ്ടായത്. പിന്നെ മെയിനായിട്ട് തന്നെ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടേ ഇല്ല, കാരണം ഒന്നാമത് ഫുള്ള് ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് പോയ ടൈമിൽ ഒട്ടും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഇങ്ങനെ ആ ഒരു ടൈമിൽ എടുത്ത് വെച്ചതാണ്. ഐശുവിനെ അമ്തുവിനെ ഇങ്ങനത്തെ എല്ലാം ഷോപ്പിൽ കൊണ്ടുപോയാൽ ഇപ്പം കുറച്ച് നല്ല വലുതായല്ലോ അവർ, അതുകൊണ്ട് തന്നെ ഏത് ഷോപ്പിൽ കയറി കഴിഞ്ഞാലും അവരെ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ഇപ്പം മെയിൻ നമ്മളെ സ്കൂൾ ഐറ്റംസിനോടാണ് കേട്ടോ അവർക്ക് ഇൻട്രസ്റ്റ്. ടോയ്സ് എല്ലാം ഇപ്പം ഇപ്പം ഇതുപോലെ പെൻസില്, ബോക്സ് അങ്ങനത്തെ എല്ലാം കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, നല്ല വെറൈറ്റി ആയിട്ട്. അപ്പോൾ അതിനോടല്ലേ അങ്ങനത്തെ അടുത്തേ ഇവർ പോയി നിൽക്കുമല്ലോ. ഇവിടെ മാളിൽ പോയിട്ട് ഇവരെ കാണുന്നില്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ മാത്രം ഇവരെ നോക്കിയാൽ മതി, അപ്പോൾ ഇവരെ കിട്ടിക്കോളും. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഓരോന്നെല്ലാം നോക്കിയെടുക്കലാണ്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ടൈമാണ് കേട്ടോ അബായെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായത്. എല്ലാവർക്കും ഈ പർദ്ദ, ബുർക്ക അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമുണ്ടാവില്ലേ. പക്ഷെ ആ ഒരു വ്ളോഗൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം നമ്മൾ അബായെല്ലാം വാങ്ങിച്ചിട്ടുള്ളത് ബ്ലാക്കിഷ് അബായ എന്നാണ് കേട്ടോ, ഷാർജയിൽ. അപ്പോൾ ആടെ ഇഷ്ടം പോലെ ഒരുപാട് കളക്ഷൻ ഉണ്ട്, നല്ല നല്ല വെറൈറ്റി ആണ് കേട്ടോ. ആടെ നല്ല അബായെല്ലാം അവിടെ കിട്ടും ബ്ലാക്കിഷിൽ. അത് ഷാർജയിൽ ആ ഒരു മാളുണ്ടല്ലോ, എന്താ അതിൻ്റെ പേരറിയെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇടയ്ക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പം വോയിസ് കൊടുക്കുന്ന ടൈമിൽ എനിക്ക് ആ പേര് ഓർമ്മ വരുന്നില്ല. പിന്നെ ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്കിത് സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാര്യം ഞാനിങ്ങനെ ഫുഡൊന്നും കഴിക്കാതിരിക്കുന്ന ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഇങ്ങനെ എനിക്കിങ്ങനെ ഗീ റൈസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഗീ റൈസ്, പള്ളിച്ചോറുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കെട്ട് പള്ളിച്ചോറാണ്. അപ്പോൾ ഇതെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് കഴിക്കലും അതെല്ലാം തീരെ കുറവായിരുന്നു. ഒന്നും തീരെ കഴിക്കലേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈം ഞാനിപ്പോൾ ഓർക്കലേ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് കഴിച്ചതാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാൾ കൂടിയിട്ട് നല്ലൊരു ഇങ്ങനെ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് ഈ ഒരു പള്ളിച്ചോറും ഈ ഒരു ഗീ റൈസ് അങ്ങനെയെല്ലാം ആയിട്ടുള്ള ആ ഒരു കോംബോ ആണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളിവിടുന്ന് അങ്ങനെ ഫുഡ് കഴിച്ച് ഈ ഒരു ഇത്രയും ജേണിയെല്ലാം കഴിഞ്ഞിട്ട് കുറേ നാളിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ഈദും കാര്യമെല്ലാം വന്ന ആ ഒരു ടൈമിനാണ് പിന്നെ ഞാൻ വീണ്ടും ചെറുതായിട്ട് വീഡിയോ എല്ലാം എടുത്തു തുടങ്ങിയത്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ഈദ് ഡേക്ക് എടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ഈദ് ടൈമിൽ നമ്മൾ അജ്മാലിലാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ആടെ ഉമ്മാവും അമ്മായി എല്ലാവരും ആടെ ആയതുകൊണ്ട് നമ്മളും അങ്ങോട്ടേക്ക് തന്നെ പോയതാണ്. പിന്നെ ആടെ നിന്ന് അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ട്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വീഡിയോ എടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ട് പുറത്ത് പോയി ഫുഡെല്ലാം കഴിച്ച് പിന്നെ അടുത്തൊരു പാർക്കിൽ പോയി അവിടുന്ന് ഫോട്ടോസ് അങ്ങനെ എല്ലാം ആയിട്ട് എടുത്ത് മക്കൾസിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പുറത്തെല്ലാം ഇറങ്ങിയതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു പാർക്കിൽ തന്നെ ഒരുപാട് നേരം അവിടെ തന്നെ അങ്ങനെ സ്പെൻഡ് ആക്കിയിട്ടുണ്ടായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എന്തെല്ലോ ഐറ്റംസ്
ഐറ്റംസ്, ഉപ്പിലിട്ട ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നല്ല രസമല്ലേ. അപ്പോൾ അതെല്ലാം അങ്ങനെ വാങ്ങി അങ്ങനെ ഈദ് ഡേയും അങ്ങനെ അങ്ങ് കഴിഞ്ഞ്. ഇതാ ഫൈനലി നമ്മളെ നാട്ടിൽ പോകുന്ന ആ ഒരു ടൈം ആയിട്ടാണ്. അപ്പോൾ നാട്ടിൽ പോകുന്ന ആ ഒരു ടൈമിൽ എടുത്തതാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പിങ്സ് എല്ലാം. പിന്നെ നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടായത് മെയിലാണ് കേട്ടോ നമ്മൾ നാട്ടിൽ വന്നത്. പിന്നെ നമ്മളെല്ലാവരും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അമ്മായിയും പ്രഗ്നൻ്റ് ആണ് കേട്ടോ ആ ഒരു ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നാട്ടിലേക്ക് ഒരുമിച്ച് അങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ ഈത്തപ്പഴവും ഈത്തപ്പഴം ഇങ്ങനെ പിടിച്ച് തുടങ്ങുന്നതേ ഇല്ല. അപ്പം ഞാനിങ്ങനെ മക്കൾസിനെയും കൊണ്ട് അങ്ങനെ വെറുതെ ഒന്ന് പുറത്തേക്കെല്ലാം ഇറങ്ങിയതായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ക്ലിപ്പിങ്സ് എല്ലാം നമ്മൾ എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. കാര്യം നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം. കാരണം ഒന്നുമല്ല, നമുക്ക് തീരെ കഴിയുന്നില്ല. പിന്നെ വീഡിയോ എടുക്കാനൊന്നും വലിയൊരു മൂഡില്ല ശരിക്കും പറഞ്ഞാൽ, എന്തോ പോലെ. അപ്പോൾ ഇനി ഇതെല്ലാം മോനിങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് പോലെ ആയിട്ട് ഷോർട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബ് വീഡിയോ പോലെ ഒന്ന് എഡിറ്റ് ചെയ്തൊന്ന് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് ഒന്നും ക്ലിയർ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇത്രയും നാളത്തെ ഒരു ജേണി പോലെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പോലെ ചെയ്തതാണ്. നിങ്ങൾക്ക് എന്താണെന്ന് എവിടെയാണെന്നെല്ലാം അറിയാനില്ല ഇതിന് വേണ്ടിക്ക് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോസ്. പിന്നെന്താണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ നാട്ടിലേക്ക് അബുദാബി ടു കണ്ണൂരാണ് കേട്ടോ നമ്മളിത്. പിന്നെ നമ്മളെ നാടായോണ്ട് വേഗം എത്തി. പിന്നെ നാട്ടിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ കുറച്ചൊരു സമാധാനമാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈം ആകുമ്പം നമുക്ക് എല്ലാവരും നമ്മളെ അടുത്തുണ്ടെങ്കിലും എനിക്ക് നാട്ടിൽ തന്നെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. കാരണം നാട്ടിലാകുമ്പോൾ നമുക്ക് മക്കളെല്ലാം നമ്മളിഷ്ടത്തിന് അങ്ങനെ അങ്ങ് വിടാം. അവർ പോയി കളിക്കാക്കെല്ലാം ചെയ്യാൻ ഇഷ്ടം പോലെ. എന്തായാലും ദുബൈയിൽ എത്ര സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു നമ്മളെ നാടും നമ്മളെ വീടും അതിനെത്രയായാലും അതിൻ്റെ അടുത്ത് എത്തൂലല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ നാട്ടിലെത്തി. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് കുറേ വീഡിയോസെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന പോലെ ടൈമെല്ലാം കിട്ടുന്ന പോലെ അങ്ങനെ വീഡിയോ എല്ലാം ചെയ്യണമെന്നുണ്ട്. അപ്പം നിങ്ങൾ താല്പര്യമില്ലവരെല്ലാം വീഡിയോ കാണുക, ഇഷ്ടമായാൽ ലൈക്കെല്ലാം ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻസും കൂടി അറിയിക്കാട്ടോ. കമൻ്റെല്ലാം ചെയ്യുക. എന്തെങ്കിലും സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കമൻ്റെല്ലാം ചെയ്യാട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നല്ല പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസും എല്ലാം ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇതന്നെ ഒരു ഭാഗത്ത് മടി, പിന്നെ ടൈമില്ലാത്തൊരു ഇഷ്യൂ, അങ്ങനെയെല്ലാം ആയിട്ട് ഇൻഷാ അല്ലാഹ് എന്തായാലും പറ്റുന്ന പോലെ നമുക്ക് വീഡിയോ എല്ലാം ചെയ്യണം എന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സാണ്. വെറുതെ എങ്കിലും ഇങ്ങനെ ഓരോരാൾക്ക് ഓരോന്നിനോടായിരിക്കില്ലേ ഇൻട്രസ്റ്റ്. അപ്പോൾ എനിക്ക് ചില ടൈമിൽ ഇതിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും വീഡിയോ ചെയ്യുക, എഡിറ്റിങ്ങും അതെല്ലാം. ചില ടൈമിൽ ഇതുപോലെ വലിയ ഇൻട്രസ്റ്റും ഉണ്ടാവില്ല, അങ്ങനെയല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ നാട്ടിലെത്തി. അപ്പോൾ ഇതാ നാട്ടിൽ നല്ല മഴയും നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പം നാട്ടിൽ നല്ലൊരു തണുപ്പും ഇതെല്ലാമായിട്ട് നല്ലൊരു പാങ്ങാണ്. പിന്നെ നമ്മൾ നാട്ടിലത്തെ ലൈഫും ദുബൈത്തെ ലൈഫും രണ്ടും ഡിഫറെൻ്റ് ആണെന്നല്ല. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നാട്ടിൽ നല്ല പച്ചപ്പും ഇതെല്ലാമായിട്ട് നല്ലൊരു വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ നമ്മളെ നാട്ടിൽ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.